റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ കൂടുതൽ നേരം വയ്ക്കുന്നതും നല്ലതാണ്. ഈ സമയത്ത് ഇതിലേക്ക് പഴംപൊരിക്ക് നല്ല നിറം കിട്ടാനായി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്യാം. താല്പര്യമുള്ളവർക്ക് ഈ സമയത്ത് ഇതിലേക്ക് എള്ള് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മഞ്ഞനിറം മാവിൽ എല്ലായിടത്തും ഒരേപോലെ ആവുന്ന രീതിയിൽ നന്നായി തന്നെ മിക്സ് ചെയ്യണം. ഇപ്പോൾ പഴംപൊരിക്കുള്ള മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് പഴംപൊരി ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി നമ്മളിവിടെ ഒരു ചട്ടിയിൽ എണ്ണ എടുത്ത് ചൂടാക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് വെളിച്ചെണ്ണയോ മറ്റ് റിഫൈൻഡ് ഓയിലോ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ആവശ്യത്തിന് ചൂടായോ എന്നറിയാൻ അല്പം മാവ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മാവ് ഇതുപോലെ പൊരിഞ്ഞ് പൊന്തി വരികയാണെങ്കിൽ എണ്ണ പാകത്തിന് ചൂടായി എന്ന് മനസ്സിലാക്കാം. ഇതുപോലെ നന്നായി വീർത്ത് വന്നിട്ടുണ്ടെങ്കിൽ മാവും പാകമായി എന്ന് മനസ്സിലാക്കാം. അഥവാ മാവ് പാകമായിട്ടില്ലെങ്കിൽ അല്പസമയം കൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ എണ്ണയും മാവും പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം മീഡിയത്തിൽ വെച്ച്